ഹോം ടൗൺ ചേച്ചിയുടെ അടുത്ത എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടെ അമ്മയുടെ മോൻ വിളിച്ചിട്ട് ചോദിക്കണം, അമ്മയ്ക്കിപ്പോൾ പല്ല് ശരിയാക്കണോ? ഒന്നുമില്ല മോനെ, കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്കിപ്പോൾ പല്ല് ശരിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, മോൻ സമാധാനം ഇരുന്നാൽ മതി. അത് ഞാൻ ചുമ്മാ അവൻ വന്നപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കിയതാണ്, അല്ലാണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മക്ക് ശരിക്കും വേദന ഉണ്ടെങ്കിലും മകൻ അമ്മയുടെ കാര്യം അറിഞ്ഞ് ചെയ്യാത്തതുകൊണ്ട് നല്ല വിഷമമാണ് നമ്മുടെ അമ്മക്കുള്ളത് കേട്ടോ. അതുകൊണ്ട് അമ്മ പറയുകയാണ്, മോൻ പേടിക്കൊന്നും വേണ്ട, മക്കളൊക്കെ എന്തെടുക്കണം, അവർക്കൊക്കെ സുഖമല്ലേ, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങോട്ട് വന്നേ മക്കളെ എന്നൊക്കെ അമ്മ ഭയങ്കര സ്നേഹത്തോടുകൂടി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നമുക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്, കാരണം മക്കളായ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണമല്ലോ. ഇതേ സമയത്ത് നമ്മുടെ നായികയാണ് കേട്ടോ കാണിക്കുന്നത്. നായികയാണെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, അമ്മൂമ്മയുടെ ഓരോ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അമ്മൂമ്മേനെ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ട് നല്ല വിഷമമുണ്ട്. അങ്ങനെ അമ്മൂമ്മേനെ കാണാൻ വേണ്ടി നമ്മുടെ നായിക വരികയാണ് കേട്ടോ. എന്താ മോളെ അവിടെ തന്നെ നിന്നത്, നീ അകത്തോട്ട് കയറി വാടി. അതല്ല അമ്മൂമ്മേ, ഞാൻ പിന്നെ നീ ഭക്ഷണം കഴിക്കുമെന്നും പറഞ്ഞ് കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അമ്മൂമ്മക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനെനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവർ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് വീഡിയോ കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മൂമ്മയും നമ്മുടെ നായികയും കൂടി കുറേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അമ്മൂമ്മയുടെ അടുത്ത് നമ്മുടെ നായിക പറയുന്നുണ്ട്, അമ്മൂമ്മേ ഞാനൊരു കാര്യം ചെയ്തു തരാം, എനിക്ക് എൻ്റെ ഫീസ് തരണ്ട, ഞാൻ ഏറ്റവും കുറച്ച് പല്ല് റെഡിയാക്കി തരാം. അപ്പോൾ നമ്മുടെ അമ്മൂമ്മ പറയുകയാണ്, മോളെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നാളെ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് വരാം, ഞാൻ പിന്നെ ചുമ്മാ നിന്നോട് ചോദിച്ചാണ് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ഇടും. അല്ല അമ്മൂമ്മ, എനിക്ക് അങ്ങനെ അമ്മൂമ്മയുടെ പറഞ്ഞതുകൊണ്ട് വളരെ അധികം ബുദ്ധിമുട്ടായ അമ്മമ്മേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതൊന്നും സാരമില്ല മോളെ, എനിക്ക് മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ നമ്മുടെ നായികയുടെ അടുത്ത് നമ്മുടെ അമ്മമ്മ പറയുകയാണ് കേട്ടോ. നീയാണെങ്കിൽ വളരെ ചെറുപ്പമാണ്, നിനക്ക് അധികം കാശൊന്നും കിട്ടില്ല എന്നും എനിക്കറിയാമെന്നൊക്കെ നമ്മുടെ അമ്മമ്മ പറയുകയാണ് കേട്ടോ. നല്ല തങ്കപ്പെട്ട അമ്മമ്മയാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അങ്ങനെ രാവിലെ അമ്മമ്മ ഹോസ്പിറ്റലിലോട്ട് വരാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട്, അതായത് നായികയുടെ വിഷമം മാറുകയും രണ്ടുപേരും ഓക്കെയാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ അമ്മമ്മ ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നമുക്കന്ന് അതങ്ങോട്ട് ചെയ്താലോ? പിന്നെന്താ അമ്മമ്മേ, വാ നമുക്കത് ചെയ്യാം, എനിക്ക് ഡിസ്കൗണ്ടൊന്നും ചെയ്യണ്ട കേട്ടോ, എൻ്റെ കയ്യിൽ ഫുൾ പൈസയും ഉണ്ട്, ഞാൻ ഫുൾ പൈസയും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ ക്യാഷ് എടുത്ത് നമ്മുടെ നായികയുടെ കയ്യിൽ കൊടുക്കുകയാണ് നമ്മുടെ അമ്മമ്മ. വാവ്, എന്തൊരു അമ്മൂമ്മേന് പൊള്ളിയാണ്. ഇതേ സമയത്ത് നമ്മുടെ നായകനെ ചിരിച്ചുകൊണ്ട് കാണുകയാണ്. അവിടെ നായകനോട് നമ്മുടെ അമ്മൂമ്മ പറയുകയാണ്, മോനെ എടാ വേഗം വീട്ടിലോട്ട് വാട്ടാന്ന് പറയുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ആകെ പേടിച്ച് അമ്മൂക്ക് എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. നീയല്ലേ പറഞ്ഞത് ഞാൻ പല്ലിൻ്റെ അത് ചെയ്യില്ല എന്ന്, ഞാൻ പല്ലിൻ്റെ അത് ചെയ്തടാ മോനെ, എനിക്കിപ്പോൾ ഇനി ഒരു കുഴപ്പമില്ല, എനിക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാട്ടോ എന്ന് പറയുകയാണ്. അങ്ങനെ അവനിക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ ഹാപ്പി എൻഡിങ് ആണ് ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത സീരീസ് എന്ന് പറഞ്ഞാൽ ബെറ്റർ കോൾ സലൂ എന്ന് പറഞ്ഞൊരു സീരീസ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ താഴെ കമൻറ്റ് ഇടാവുന്നതാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നായികയും കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കോൾ വരുന്നത്. ആ കോൾ എന്താണ്, പെട്ടെന്ന് തന്നെ ലൈറ്റും പോവുകയാണ് കേട്ടോ. അങ്ങനെ പുറത്ത് നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ നായകൻ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നായകനോട് പറയുകയാണ്, ഇവിടുത്തെ കറൻറ്റൊക്കെ പോയേക്കുള്ളൂ, ഒന്ന് അകത്തോട്ട് കയറി ഒന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ അത് ട്രിപ്പായി കിടക്കുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ട്രിപ്പൊക്കെ മാറ്റി റെഡിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ നായകനാണെങ്കിൽ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഓരോ കാര്യം ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നീ അത് ചെയ്ത് കൊടുത്തല്ലേ? ഞാൻ ചെയ്ത് കൊടുത്ത്, എൻ്റെ മനസ്സാക്ഷി എന്നെ സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മുടെ നായകനോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഓക്കെ എന്നാൽ ശരി, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായകനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ആ മെസ്സേജ് എന്നാൽ നിൻ്റെ 2 ഷൂവും, അതായത് അവൾ ആഗ്രഹിച്ച് വാങ്ങിയ 2 ഷൂവും അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ നായകന് നിൽക്ക് പോവല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. താങ്ക് യു, വളരെയധികം നന്ദിയുണ്ട്, ഈ ഷൂ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു, ഇതെനിക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായികയാണെങ്കിൽ ആ ഷൂ കാലിലിടുകയാണ് കേട്ടോ. അങ്ങനെ അവൾ ഹാപ്പിയായി, അമ്മൂമ്മ ഹാപ്പിയായി, നമ്മുടെ നായകന് ഹാപ്പിയായി. ഇത് കാണുന്നു എൻ്റെ കൂട്ടുകാരെല്ലാവരും ഹാപ്പിയായി ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹാപ്പി ആവണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഓരോ കാര്യത്തിലൊക്കെ അവരുടെ കാര്യത്തിലോട്ട് അവർ മുഴുകുകയും ഓരോ കാര്യത്തിലൊക്കെ നോക്കി അവർ ഷൂവൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് തന്നെ എടുത്ത് വെക്കുകയാണ്. അതായത് ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് ചിരിച്ച് ഹാപ്പി ആയിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സീരീസിൻ്റെ ബാക്കി